ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പൈനാപ്പിൾ അച്ചാറാണ്. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് കട്ട് ചെയ്ത് ചെറിയ പീസാക്കാം. ആദ്യമേ ഞാനിവിടെ പൈനാപ്പിൾ കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഗാർലിക്, വെളുത്തുള്ളി, ഇത്രയാണ് ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ്. നമുക്കിനി അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാന് അടുപ്പത്ത് വെച്ച് ചൂടാക്കി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്, ഇനി നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും പൊട്ടിയിട്ടുണ്ട്, ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂക്കട്ടെ. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. മുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഗാർലിക്കും പച്ചമുളകും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം വേണം നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. മഞ്ഞപ്പൊടി, എരിവുള്ള മുളക് പൊടി, നമുക്ക് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇത് ചൂടാക്കാം. അതിനൊപ്പം തന്നെ നമുക്ക് കായം പൗഡർ ചേർക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ശർക്കരയാണ്. ഇത് ഇഷ്ടമുള്ള മധുരം എത്രയാണ് ഇഷ്ടം അതനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 1.5 സ്പൂൺ ഇടുവാണ്. ശർക്കര ഇട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കാം. നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, നമുക്ക് ഉപ്പ് ചേർക്കാം. ഫൈനലി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ കൂടി ചേർക്കാം. അതിനകത്ത് അരപ്പുകളെല്ലാം നന്നായി മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് നോക്കി നമുക്ക് ആവശ്യമുണ്ട് കുറച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ട്, ഞാൻ കുറച്ച് ഇടുവാണ്. നമുക്ക് അടച്ച് വെച്ച് 1 മിനിറ്റ് ചെറുതീ വേവിക്കാം. അങ്ങനെ രുചികരമായ പൈനാപ്പിൾ അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഗ്രേവി അരപ്പെല്ലാം പൈനാപ്പിളിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇരുന്നിട്ട് പിറ്റേ ദിവസം എടുക്കുവാണ്, നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.